ഇവിടെ ഞാൻ തുടക്കത്തിലെ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നത്. ഞാൻ അങ്ങനെ പാക്ക് ഇട്ടിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ടുള്ള മാറ്റം കണ്ടോ, എന്തുമാത്രം ചർമ്മത്തിന് മാറ്റമുണ്ടെന്ന്. എന്താണ് സംഭവം എന്നുള്ളത് പറയാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ്. അത് മാറ്റാൻ പല മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. അത് മാറ്റാൻ ഒരു എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറ്റി ചർമ്മം നല്ല പോലെ വെളുത്തിട്ട് പാറുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും വീഡിയോയിലേക്ക് പോകാം സമയം കളയാതെ തന്നെ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന കരിവാളിപ്പ് വെറും ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു മാറ്റി നല്ല പാൽ പോലെയുള്ള കളർ നേടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ചർമ്മം എപ്പോഴും തിളക്കമായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് പല പാക്കുകളും ഒക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് നിങ്ങളുടെ സ്കിന്നിനകത്ത് ടാൻ ഏറ്റിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് ടാൻ ഒക്കെ റിമൂവ് ആവുകയും സ്കിന്നിനകത്തുണ്ടാവുന്ന നമ്മുടെ പിഗ്മെന്റേഷനും എല്ലാം മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് അതിന് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡർ ആണ്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. റൈസ് പൗഡറിൽ നിന്ന് നമുക്ക് വേണ്ട റൈസ് പൗഡറിന്റെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ വേണ്ടത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, പുട്ടിനെടുക്കുന്ന പൊടി എടുക്കല്ലേ, കാരണം അതിനകത്ത് കൂടുതൽ തരികൾ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനകത്ത് സ്ക്രാച്ച് വീണിട്ട് അതിനകത്ത് മുറിവൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും പുട്ടിനെടുക്കുന്ന പൊടി നിങ്ങൾ എടുക്കാൻ പാടില്ല. പത്തിരിക്ക് എടുക്കുന്ന പൊടിയെ എടുക്കാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ടാൻ ആണെങ്കിലും ഒക്കെ റിമൂവ് ആക്കാൻ പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന്. അത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത്. അത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റൈസ് പൗഡറും കടലമാവിൻ്റെ പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇരട്ടി മധുരമാണ്. ഈ ഇരട്ടി മധുരം നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയും ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാക്ക് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാതെ ഒന്നിരാടമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും നമ്മുടെ സംഭവം അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് ഇനി ഇത് നമ്മൾ മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത്. ഇനി നമുക്കിത് കഞ്ഞിവെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കാവുന്നതാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച്. ഇവിടെ ഞാൻ കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത്. കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കാം. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. കുറച്ചും കൂടി കഞ്ഞിവെള്ളം വേണം, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. കഞ്ഞിവെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കണം. എന്നാൽ അധികം ലൂസുമായി പാവാൻ പാടില്ല, എന്നാൽ അധികം ടൈറ്റുമായി പാവാൻ പാടില്ല. നമ്മുടെ ഫേസിൽ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റേണ്ട ആ ഒരു രീതിയിൽ. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ടാണ് റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഞാൻ കയ്യിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു മാറ്റം കാണാൻ വേണ്ടിയാണ് കൈകളിലിട്ട് ഞാൻ കാണിക്കുന്നത്. എന്തായാലും കൈകളിലേക്ക് ഇടാം. കൈകൾ കണ്ടോ, എൻ്റെ കൈകൾക്ക് അധികം നിറമില്ല, കൈകളുടെ ആ ഒരു ഇതൊക്കെ കണ്ടോ. എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാതെ ഒന്നിരാടമാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു പാക്ക് ഇടുന്ന സമയത്താണെങ്കിലും 1 മിനിറ്റ് ജസ്റ്റ് 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടിടുകയാണെങ്കിൽ അത് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെന്നിട്ട് അനാവശ്യം നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡായിട്ടുള്ള കോശങ്ങൾ പുറന്തള്ളി പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കൈകളിൽ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു മാറ്റം കാണണമെങ്കിൽ കൈകളിലിട്ട് കാണിച്ചാലേ സാധിക്കുള്ളൂ. ഫേസിലിട്ടാൽ അധികം പെട്ടെന്ന് മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങി പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ പാക്കുകളൊന്നും ഫേസിൽ വെക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് വളരെ ദോഷം ചെയ്യും. കാരണം സ്കിന്നിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട്. അത് നമ്മൾ ഇടുന്ന ആ ഒരു പാക്ക് കൂടുതലായി ഡ്രൈ ആയി കഴിയുമ്പോൾ അത് അങ്ങ് വലിച്ചെടുക്കുകയും സ്കിന്നിനകത്ത് പെട്ടെന്ന് തന്നെ ചുളിവ് വീഴാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ, അതായത് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാത്രം മതിയാകും നമ്മുടെ സ്കിന്നിലേക്ക് അത് പിടിക്കാൻ. ആയിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൈകൾ ഇറക്കി വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകുകയാണ്. കഴുകുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. ഇവിടവും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടോ? ഇട്ടുകൊടുത്ത ഭാഗവും ബാക്കി കൈയുടെ ഭാഗവും തമ്മിലുള്ള നല്ല പോലെ മാറ്റമുണ്ട്. എന്തായാലും ഞാൻ വെള്ളം ഒന്ന് മാറ്റട്ടെ. എല്ലാം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൈയുടെ ഒരു തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. ചൂടെ കാണിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഇത്രയും മാറ്റമാണെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എന്തുമാത്രം മാറ്റം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. കണ്ട പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ആ ഒരു ലൈക്ക് എനിക്ക് തന്നേക്കണേ നിങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉറപ്പായും വന്ന് പറയാനും നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.